നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുതിയ സംരംഭം, ആ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര്, അതിന് പിന്നിലെ ശക്തികളെ കണ്ടെത്തണം, അതിന് CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. എന്നാൽ സുപ്രീം കോടതി ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഇന്ന് തീരുമാനിച്ചത്. അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്നും ഈ ഹർജിയിൽ പ്രകാരം CBI അന്വേഷണം വേണമെന്നും രാജ്യവിരുദ്ധമായ ചില ശക്തികളാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾക്ക് പിന്നിലെന്നുമൊക്കെയാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഹർജി അടിയന്തരമായി തന്നെ പരിഗണിക്കണമെന്ന വൈകാരികമായ ഒരാവശ്യമാണ് അതിനകത്തുണ്ടായിരുന്നത്. എന്നാൽ സുപ്രീം കോടതി ഇത് വളരെ പക്വതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുന്നു. ആ ഹർജി പരിശോധിച്ച സുപ്രീം കോടതി ഇതൊന്നും അത്ര ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമല്ല, ഇത് അത്ര അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ടതൊന്നുമല്ല, ഇത് രാജ്യത്തിന് അത്ര വല്ല ഭീഷണിയൊന്നുമല്ല, അതുകൊണ്ട് വരട്ടെ, ഇത് പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഹർജി മാറ്റിവെക്കുകയാണ് ഇന്ന് സുപ്രീം കോടതി ചെയ്തത്. സത്യത്തിൽ ഇന്ന് സുപ്രീം കോടതി എടുത്ത നിലപാട് തന്നെയാണ് ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന BJPയെ പാരഡൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയെ പരിഗണിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അത് അർഹിക്കുന്ന പ്രാധാന്യം മാത്രമേ നൽകാവൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞതും അത് വളരെ ശരിയാണ് എന്ന വിലയിരുത്തലാണ് പലരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി സുപ്രീം കോടതിയുടെ ഒരു പരാമർശത്തിൽ നിന്ന് തന്നെ ഉടലെടുത്തതാണ്. സുപ്രീം കോടതി ഒരു ഹർജി കേൾക്കുമ്പോൾ, ഒരു കേസ് പരിഗണിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ലോബിയെക്കുറിച്ച് പറഞ്ഞു വന്നിരുന്നു. സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഇത്തരത്തിലുള്ള വ്യാജ ഡിഗ്രികൾ എടുത്ത് ചില ആളുകൾ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളെയും ഒക്കെ സ്വാധീനിക്കാനും തകർക്കാനും ഒക്കെയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവരെല്ലാം ഈ ജോലിയില്ലാത്തവരാണ്, പരാന്ന ഭോജികളെ പോലെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ജോലിയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ കുറേ എണ്ണം RTI ആക്ടിവിസ്റ്റ് എന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെന്നും ഒക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. ഇവരെല്ലാം നമ്മുടെ സമൂഹത്തെ തകർക്കുന്നുണ്ട്, അതിനെതിരെ ജാഗ്രത വേണമെന്നൊരു പ്രസ്താവനയാണ് അന്ന് സുപ്രീം കോടതി ജഡ്ജിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് അന്ന് ആ കോടതിയിൽ വന്ന ഒരു ഹർജിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അല്ലാതെ രാജ്യത്തെ തൊഴിൽ രഹിതരായ യുവാക്കളെ പാറ്റയെന്ന് വിളിച്ചുകൊണ്ടല്ല ആ പരാമർശം വന്നത്. എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി മുറിക്കകത്തുണ്ടായ പരാമർശം വളച്ചടിച്ചുകൊണ്ടാണ് ഒരു വലിയ പ്രചരണം രാജ്യത്ത് നടന്നത്. ഇങ്ങനെ ഒരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആദ്യം തുടങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പിന്തുണ അതിന് ലഭിച്ചു എന്ന് ഈ ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് രാജ്യത്ത് ചർച്ചാ വിഷയമായത്. സത്യത്തിൽ ഇത്തരം ഫോളോവേഴ്സും ലൈക്കുകളും എല്ലാം കൃത്രിമമായി ബോട്ടുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ BJPയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനേക്കാൾ അധികം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്ക് അതൊരു ഭീഷണിയാണ്. BJPയെ താഴെ ഇറക്കാൻ പോകുന്നു, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പോകുന്ന ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നുണ്ട്. മാത്രമല്ല ഈ രാജ്യത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ ഒളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിനെതിരായിട്ട് രാജ്യത്തെ യുവജനങ്ങൾക്കിടയിൽ ഒരു വികാരമുണ്ടെന്നും അതാണ് കോക്രോച്ച് പാർട്ടിയിലൂടെ പ്രതിഫലിക്കുന്നത് എന്നുമൊക്കെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാം പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രതിഫലനം ഉണ്ടെങ്കിൽ തീർച്ചയായും അതെല്ലാം രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കേണ്ടതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബംഗാളിലും അസമിലും കേരളത്തിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ BJP വലിയ വിജയം ബംഗാളിലും അതുപോലെ തന്നെ അസമിലും ഒക്കെ നേടുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു മുമ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് മഹാരാഷ്ട്ര, ഹരിയാന, ദില്ലി എന്നിവിടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്നതും അവിടെയെല്ലാം ക്ലിയർ മാൻഡേറ്റ് ലഭിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലടക്കം നമ്മൾ കാണുന്നു എവിടത്തെ ഇടത് സർക്കാർ താഴെ വീഴുന്നു, പകരം ക്ലിയർ മെജോറിറ്റിയോടുകൂടിയാണ് അവിടെ മറ്റൊരു സർക്കാർ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കൺഫ്യൂഷനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ ഒരു അരാജകത്വമോ ഒന്നും തന്നെ, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ടുള്ള ഒരു അരാഷ്ട്രീയ സമീപനമോ ഒന്നും തന്നെ ഇല്ല. 2 കോടി ഫോളോവേഴ്സ് ട്വിറ്ററിലുണ്ട് എന്ന് പറയുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇവരുടെ 2 കോടി ഫോളോവേഴ്സിനെ ലോക്സഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ 543 ഭാഗിച്ചാൽ ഒരു മണ്ഡലത്തിൽ 36,000 കോക്രോച്ചുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ കോക്രോച്ചുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് പ്രതിഫലിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഫലം വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും, തമിഴ്നാട് ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ക്ലിയർ മാൻഡേറ്റാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചത്. അത് കേരളത്തിൽ UDFനായിക്കോട്ടെ, ബംഗാളിൽ BJPക്കായിക്കോട്ടെ. ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് സമൂഹത്തിൽ ഇല്ല എന്നതിൻ്റെ തെളിവാണ്. പിന്നെ എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു ഹൈപ്പ് ഉണ്ടാകുന്നത്? ഇതൊരു ഡിജിറ്റൽ ഹൈപ്പാണ്, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഉണ്ടാകുന്ന
ഡിജിറ്റൽ ഹൈപ്പാണ്. അതിനെ ആ രീതിയിൽ മാത്രം കാണേണ്ട സാഹചര്യമേ ഉള്ളൂ. അല്ലാതെ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കോക്രോച്ച് പാർട്ടി ഇതാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു, ഭാരതത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, വിദേശ ശക്തികൾ ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഹിസ്റ്റീരിയ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപിതരാകേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അടിയന്തരമായി പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണ് എങ്കിൽ അതിനെ നിയന്ത്രിക്കാനും അതിനെ നേരിടാനുമൊക്കെയുള്ള ശക്തി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനുണ്ട്. ആ ജനാധിപത്യ സംവിധാനം കൃത്യമായ സമയത്ത് ഉണർന്നെണീറ്റ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ട് എങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി സർക്കാർ അത് കണ്ടെത്തിക്കോളും. ഇപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ആരാണ് കോക്രോച്ച് പാർട്ടി എന്നും എന്താണ് കോക്രോച്ച് പാർട്ടി എന്നുമുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പാർട്ടിക്കെതിരെ നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി രാജ്യത്ത് ഭയമുണ്ടാക്കുന്ന രീതിയിൽ, രാജ്യത്തിൻ്റെ പൗരന്മാർക്കിടയിൽ ഭയം ഭീതി സൃഷ്ടിക്കുന്ന രീതിയിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം ആവശ്യമില്ല. ഹർജി വന്നത് ശരി തന്നെയാണ്. ഇവരുടെ പിന്നിൽ ആരാണ് എന്ന് അന്വേഷിക്കണം, അത് പരിഗണിക്കാം. പക്ഷേ ഇതിനൊരു അടിയന്തര പ്രാധാന്യമൊന്നും ഞങ്ങൾ നൽകുന്നില്ല എന്ന് കോടതി പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു വാചകം അടർത്തിയെടുത്തുകൊണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വാചകം വളച്ചൊടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനവും പ്രചരണവും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഇതിന്മേൽ ഒരു ഭയവുമില്ല ഈ കാര്യത്തിൽ എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ കോടതി വിധിയെ കാണേണ്ടത്. അതായത് ഞങ്ങളിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണതുകൊണ്ട് ഞങ്ങൾ തന്നെ പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഈ ഹർജിയെ വേഗത്തിൽ കേൾക്കുകയല്ല ചെയ്തത്. തീർച്ചയായും സുപ്രീം കോടതിക്ക് അവരവരുടേതായ ജോലിയുണ്ട്. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ, കേസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ആ നിരീക്ഷണങ്ങളെ ഒരു ജനറലൈസ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാക്കി മാറ്റിക്കൊണ്ട് രാജ്യത്തെ യുവാക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നു, ഈ സ്ഥാപനങ്ങൾ നിൽക്കുന്നു എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനാണ് കോക്രോച്ച് പാർട്ടി ശ്രമിച്ചത്. അത് വിലപ്പോകുന്നില്ല, അല്ലെങ്കിൽ അത് അത്ര ജനപ്രിയമാകാൻ സാധ്യതയില്ല എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പയ്യെ പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയുമാണ്.